മാറിയ ജീവിതശൈലി കിഡ്നി സംബന്ധമായ അസുഖങ്ങളുടെ അളവിനെ നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ രോഗത്തെ നേരത്തെ തിരിച്ചറിയേണ്ടതും പരിഹാരം കാണേണ്ടതും അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കൊച്ചിയിലെ പ്രമുഖ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ബിനു ഉപേന്ദ്രൻ ചേരുന്നു. ഡോക്ടർ, കിഡ്നി അസുഖങ്ങളുടെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വൃക്ക രോഗങ്ങളുടെ രോഗലക്ഷണങ്ങൾ വളരെ ലഘുവായതാണ്. പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്നിരുന്നാലും ആദ്യമുണ്ടാവുന്ന ലക്ഷണങ്ങൾ അമിതമായി മൂത്രം പതഞ്ഞു പോവുക, പകലിനെ അപേക്ഷിച്ച് കൂടുതൽ നേരം രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുക. ഇത് രണ്ടുമാണ് സാധാരണയായി തുടക്കത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നീടാണ് മറ്റ് ലക്ഷണങ്ങൾ നീര്, ഛർദ്ദില്, ശ്വാസമുട്ടലിലേക്ക് കടക്കുക. സാധാരണയായി കിഡ്നി രോഗങ്ങൾ കണ്ടുവരുന്നത് ഒന്നാമത്തത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, രണ്ടാമത് മൂത്രാശയത്തിലെ കല്ല്, മൂന്നാമത് നെഫ്രോട്ടിക് സിൻഡ്രോം അഥവാ കുട്ടികൾക്കുണ്ടാവുന്ന ഉപ്പിന്റെ അസുഖം, നാലാമത്തത് വൃക്കപരാജയം വന്ന് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവാം. ഡോക്ടർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ എന്തെല്ലാമാണ്? ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്ക രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് 2 തരം ചികിത്സാ രീതിയാണ് ഉള്ളത്. ഒന്നാമത്തെ ചികിത്സാ രീതി രോഗം പുരോഗമിക്കുന്നത് വൈകിക്കുകയും ഡയാലിസിലെത്തുന്നത് വൈകിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സാ രീതി. അത് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ സമയം വൈകിച്ച് പരമാവധി നീട്ടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചികിത്സാ രീതി ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ, ജീവൻ ആപത്ത് വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഡയാലിസിസ് തുടങ്ങുക. ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഡയാലിസിസ് തുടരെ ചെയ്തു പോവുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, സാധാരണയായി കാണാറുള്ള കിഡ്നി പ്രോബ്ലംസ് എന്തെല്ലാമാണ്? സാധാരണയായി കിഡ്നി രോഗങ്ങൾ കണ്ടുവരുന്നത് ഒന്നാമത്തത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, അതാണ് സർവ്വസാധാരണമായി കാണുക. പലപ്പോഴും അത് കിഡ്നിനെ ബാധിക്കാറുണ്ട്. രണ്ടാമത് മൂത്രാശയത്തിലെ കല്ല്, മൂന്നാമത് നെഫ്രോട്ടിക് സിൻഡ്രോം അഥവാ കുട്ടികൾക്കുണ്ടാവുന്ന ഉപ്പിന്റെ അസുഖം, നാലാമത്തേത് വൃക്കപരാജയം വന്ന് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവാം. ഇതെല്ലാം കൂടാതെ താൽക്കാലികമായി ഉണ്ടാവുന്ന വൃക്കസ്തംഭനവും ഉണ്ടാവാറുണ്ട്, പലപ്പോഴും മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ എലിപ്പനി രോഗങ്ങൾ ബാധിച്ചുണ്ടാവുന്നത്. ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്ന വൃക്കരോഗങ്ങൾ. ഡോക്ടർ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മുതിർന്നവർക്ക് മാത്രമാണോ അതോ ചെറുപ്രായത്തിൽ ഉള്ളവർക്കും ഉണ്ടാകുമോ? വൃക്കരോഗങ്ങൾ പലപ്പോഴും വാർദ്ധക്യ സഹജമായിട്ടുണ്ടാവാറുണ്ട്, അതാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നിരുന്നാലും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും മധ്യവയസ്കർക്കും കാണാറുണ്ട്. കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും കാണുന്നത് സാധാരണ മൂത്രാശയത്തിലെ കല്ല് അല്ലെങ്കിൽ മൂത്രാശയത്തിൽ ഉണ്ടാവുന്ന പഴുപ്പ് മൂലമുണ്ടാവുന്നതാണ്. എന്നാൽ വൃക്കകളെ മാത്രം ബാധിക്കുന്ന രോഗങ്ങൾ മധ്യവയസ്കരായ വ്യക്തികൾക്കാണ് കൂടുതലായി കണ്ടുവരുന്നത്. എന്നിരുന്നാലും മധ്യവയസ്കർക്ക് ഏതാണ്ട് വാർദ്ധക്യം എന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെയാണ് മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ വൃക്കപരാജയത്തിന്റെ അളവ് കണ്ടുവരിക. ഡോക്ടർ, ജീവിതശൈലി എങ്ങനെയാണ് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നത്? നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതിനർത്ഥം സമീപകാലത്ത് വൃക്കരോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് അമിതവണ്ണം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കാരണമായിരിക്കാം. രണ്ടാമത്തേത് ഒരുപാട് സമ്മർദ്ദം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് മരുന്ന് കഴിച്ച് വൃക്കരോഗം വരുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതചര്യ കൊണ്ടുണ്ടാവാവുന്ന വൃക്കരോഗങ്ങൾ. ഡോക്ടർ, കിഡ്നി അസുഖങ്ങളുടെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വൃക്ക രോഗങ്ങളുടെ രോഗലക്ഷണങ്ങൾ വളരെ ലഘുവായതാണ്. പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്നിരുന്നാലും ആദ്യമുണ്ടാവുന്ന ലക്ഷണങ്ങൾ അമിതമായി മൂത്രം പതഞ്ഞു പോവുക, പകലിനെ അപേക്ഷിച്ച് കൂടുതൽ നേരം രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുക. ഇത് രണ്ടുമാണ് സാധാരണയായി തുടക്കത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നീടാണ് മറ്റ് ലക്ഷണങ്ങൾ നീര്, ഛർദ്ദില്, ശ്വാസമുട്ടലിലേക്ക് കടക്കുക. സാധാരണയായി കിഡ്നി രോഗങ്ങൾ കണ്ടുവരുന്നത് ഒന്നാമത്തത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, രണ്ടാമത് മൂത്രാശയത്തിലെ കല്ല്, മൂന്നാമത് നെഫ്രോട്ടിക് സിൻഡ്രോം അഥവാ കുട്ടികൾക്കുണ്ടാവുന്ന ഉപ്പിന്റെ അസുഖം, നാലാമത്തേത് വൃക്കപരാജയം വന്ന് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവാം. ഡോക്ടർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ എന്തെല്ലാമാണ്? ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്ക രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് 2 തരം ചികിത്സാ രീതിയാണ് ഉള്ളത്. ഒന്നാമത്തെ ചികിത്സാ രീതി രോഗം പുരോഗമിക്കുന്നത് വൈകിക്കുകയും ഡയാലിസിലെത്തുന്നത് വൈകിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സാ രീതി. അത് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ സമയം വൈകിച്ച് പരമാവധി നീട്ടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചികിത്സാ രീതി ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ, ജീവൻ ആപത്ത് വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഡയാലിസിസ് തുടങ്ങുക. ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഡയാലിസിസ് തുടരെ ചെയ്തു പോവുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, സാധാരണയായി കാണാറുള്ള കിഡ്നി പ്രോബ്ലംസ് എന്തെല്ലാമാണ്? സാധാരണയായി കിഡ്നി രോഗങ്ങൾ കണ്ടുവരുന്നത് ഒന്നാമത്തത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, അതാണ് സർവ്വസാധാരണമായി കാണുക. പലപ്പോഴും അത് കിഡ്നിനെ ബാധിക്കാറുണ്ട്. രണ്ടാമത് മൂത്രാശയത്തിലെ കല്ല്, മൂന്നാമത് നെഫ്രോട്ടിക് സിൻഡ്രോം അഥവാ കുട്ടികൾക്കുണ്ടാവുന്ന ഉപ്പിന്റെ അസുഖം, നാലാമത്തേത് വൃക്കപരാജയം വന്ന് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവാം. ഇതെല്ലാം കൂടാതെ താൽക്കാലികമായി ഉണ്ടാവുന്ന വൃക്കസ്തംഭനവും ഉണ്ടാവാറുണ്ട്, പലപ്പോഴും മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ
എലിപ്പനി രോഗങ്ങൾ ബാധിച്ചുണ്ടാവുന്നത്. ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്ന വൃക്കരോഗങ്ങൾ. A public awareness initiative from the makers of Zeblong and Zeblong tea.